സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ട് ഒക്ടോബർ മാസത്തിൽ പ്രഖ്യാപിക്കുകയും തുടർന്ന് 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിതരണം ആരംഭിക്കുകയും ചെയ്ത ഈ പദ്ധതി പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ തുടരുമോ അതോ പൂർണ്ണമായിട്ടും നിർത്തലാക്കുമോ എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സംശയങ്ങളും നിലനിൽക്കുന്നു. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മഞ്ഞ, പിങ്ക് എന്നീ വിഭാഗത്തിൽപ്പെടുന്ന കാർഡ് ഉടമകളിൽ ഉൾപ്പെട്ടിട്ടുള്ള അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. നിലവിലുള്ള 18 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പുറമെ പുതുതായിട്ട് 5 ലക്ഷത്തോളം വീട്ടമ്മമാർക്ക് കൂടി ഈ പെൻഷനായിട്ട് അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാരായ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അഗതികളായിട്ടുള്ള വീട്ടമ്മമാർക്ക് മാത്രം ഈ തുക ലഭ്യമാകുന്ന രീതിയിൽ കർശനമായ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാനും ഇതിനായിട്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് നിലവിലുള്ള ഗുണഭോക്താക്കളെ മുഴുവൻ പുനർപരിശോധനയ്ക്ക് വിധേയമാക്കാനുമാണ് ഇപ്പോൾ പുതിയ സർക്കാർ ആലോചിക്കുന്നത്. ഫെബ്രുവരി മാർച്ച് മാസത്തിലെ വിതരണത്തിന് ശേഷം പിന്നീട് ഏപ്രിൽ മെയ് മാസത്തിലെ തുക നിലവിൽ കുടിശ്ശികയായി കിടക്കുകയാണ്. ഇപ്പോൾ ജൂൺ മാസത്തിന്റെ തുക കൂടി ലഭിക്കാതിരുന്നാൽ 3 മാസങ്ങളിലെ തുകയായിട്ടുള്ള 3000 രൂപയോളമാണ് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഈ പദ്ധതിക്കായി ഏകദേശം 3770 കോടി രൂപയോളം മാറ്റിവെച്ചിരുന്നു. എങ്കിലും സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായതിനെ തുടർന്ന് ഈ വർഷത്തെ പുതിയ ബഡ്ജറ്റ് വീണ്ടും അവതരിപ്പിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ മാസം ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന പുതിയ സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റിലാണ് ഈ പദ്ധതിയുടെ ഭാവി പൂർണ്ണമായിട്ടും നിർണയിക്കുന്നത്. പുതിയ UDF സർക്കാർ വന്നയുടൻ തന്നെ സ്ത്രീകൾക്കായിട്ട് സൗജന്യ KSRTC ബസ് യാത്രയും വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയുൾപ്പെടെയുള്ള നിരവധി പുതിയ ജനക്ഷേമ പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞു. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.